രാമ 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 രാമ. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികളറുനൂറും 10,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000. പത്തിയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദ്രവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനാഭരണങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനും. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദ പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവം ഭക്ത്യാ ഭുജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. ചിന്മയന്മയാമയനായ രാഘവൻ നിജധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗഗാനകഭേരി തുര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ രസപരിപൂർണ വേഷങ്ങളോടും ആനതൻ കുതിര കാലാളായ പടയോടു മാനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദിതാപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യന്മത്യാദികളോടും വേഗമോടയോധ്യയ്ക്ക മാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കൗസ്തുരീഗന്ധത്തോടും നടന്നു വിരവോട് 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ. മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീടമവ ഭയമുണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ. ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതനരുളി ചെയ്യുന്ന നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനിരഭയ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബന്ധവാനലസമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വനം വീണു നമസ്കാരവും ചെയ്താൽ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി ഭക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൽ പലതരം. കർത്തവ്യവീര്യരെ പരിത്രാദിമാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജന്മദഗ്നി പുത്രമാം പരിത്രാഹി രേണുകാത്മജ വിഭോ പരശുരൂപാണേ പരിപാലയ കുലം മമ
പരമേശ്വരപ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൻ കുളിച്ചാസ്തയാ പിതൃഗണ തർപ്പണം ചെയ്തു നാഥ. കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ, കാൽത്തളരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതായറിയാതെ ബദ്ധരോക്ഷേണ വഗ്നിജ്വാല പൊങ്ങിയിടും വണ്ണം വക്രതവും മധ്യാഹ്നാക മണ്ഡലം പോലെ ദീപ്ത്യാ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൾ, മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ. നില്ലു നെല്ലരക്ഷണമെന്നോടു യുദ്ധം ചെയ്വാൻ, വില്ലെങ്കിൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ, നിന്നോടു യുദ്ധം ചെയ്വൻ. അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ, ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും, അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും, സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു. എന്തൊന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവാരന്മാരും. ഭക്ത്യസ്യന്തൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും. മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലെഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതി ബലവാന്മാരോടിങ്ങനെ തുടങ്ങിയാൽ, ആശ്രയമവർക്കെന്തെന്നുള്ളത് തപോനിധേ. സ്വാശ്രയമകുലധർമ്മമെങ്ങനെ പാലിക്കുന്നു, നിൻ തിരുവടി ഉള്ളത്തിലേറിയതിനന്തരമുണ്ടോ. പിന്നെ വരുന്നു നിരൂപിച്ചാൽ, അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ. ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ, അന്ധകാന്തകർ പോലും ലംഘിച്ചിടുന്നതല്ല നിൻ തിരുവടിയുടെ ചിന്തിതതു മൂലം. അന്ധകാന്തകർ പോലും ലംഘിച്ചിടുന്നതല്ല നിൻ തിരുവടിയുടെ ചിന്തിതമതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാകമ വേണ്ട. സുന്ദരൻ സുകുമാര നിന്ദിരാപതി രാമൻ, കന്ദർപ്പകളേവരൻ, കഞ്ചലോചനൻ പരൻ, ചന്ദ്രചൂടാ വിന്ദമവിന്ദ മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു വന്ദേതരം നിന്ദിച്ചു ദശരനന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്നതെന്നേരുമെഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ, ഭാർഗവരാമലക്ഷ്യം കാട്ടിത്തന്നിടവേണം. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനു മാരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബഹോ ജനകീപദേ, ശ്രീരാവണാത്മരാമ ലോകാഭിരാമ, ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു, ശ്രീരാമ രാമ രാമ രമണ രഘുപതേ, ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധി, ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ, ശ്രീരാമ ദശരനന്ദന ഋഷികേശ, ശ്രീരാമ രാമ രാമ കൗസല്യാത്മിജാ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചനൻ കരുണാവാരിധേ,
ചക്രതീർത്ഥത്തിങ്കൽ ചെന്നത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചെൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോ ഭാഗേ വന്നോ സാദരം പ്രത്യക്ഷനായി അരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാതെ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേയോ ജഗൻ തേജോയുക്തൻ ഭവാനെന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതേ. കൊല്ലണം പൃഥുഹന്താവാഹിക ഹേയഹേനെ ചൊല്ലെഴും കർത്തവ്യ വീരാർജുനനാം നൃപേന്ദ്രനെ. വല്ലഭജാതിയും അവൻ മൽക്കലാം ജനനല്ലോ. വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയവംശമിരുപത്തൊന്നു പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനു ദാനം ചെയ്തു. പൃഥ്വീമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാലുടനെ തേജസ്വനാം ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തകെ മെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തു താനും നാഥ തന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തിസ്യന്തനസുതനല്ലോ നീ ജഗൽപദേ. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം സിംഗലാക്കിയിടുവാനായി തന്നിതുര ശരാസനം. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു കർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിടാത്തൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വാസ്ഥനായി വന്നവനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാദിഷ്ടഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. അഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാസംവൃത ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ല ഭവതത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വൽസേവാരതാന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ തന്മരാചിത്തമാം സംസാര പാരാവാരം തന്മറുകരയേറിന്നതു കാലം കൊണ്ടേ. ത്വജ്ഞാനപരന്മാരാം മനുഷ്യജനങ്ങൾക്ക് ഉള്ള ജ്ഞാനം നിൽക്കുവൊരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരവങ്കൽ നിന്നൻ പോടു വാക്യാജ്ഞാനമുൻകാമ്പിലുദിച്ചിടും. ത്വൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർവിട്ടനുഭവച്ചിന്മയ പദത്തിങ്കലാഹന്തലയിച്ചിടും. ത്വൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടു സിദ്ധിക്കയില്ലല്ലോ. വിജ്ഞാനാജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും
അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കണം. ആകയാൽ തൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതെ ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗൽപദേ നമസ്തേ രാമപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മുഖപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ധേ നമസ്തേ ചാരുമൂർത്തി നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയാ ഭവച്ചരണാംബുജം നമോസ്തുതേ സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായി പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം എന്നതു കേട്ട നേരം തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ. സന്തോഷം പ്രാപിച്ചൻ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തെന്നു ചിന്തിച്ചതെന്നാലവയെല്ലാം തന്നെ പ്രീതി കൈക്കൊണ്ടു ജന്മദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി തഥാകാലം ഭക്തി സംഭവിക്കേണം. മാധവാ രഘുപതേ രാമകാരുണ്യാംബുധേ സ്തോത്രം മായാകൃതം ജപിച്ചിരുന്ന പുമാൻ ഭക്തനായി ജ്ഞാനനായിടണം വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ തൽപാദാംബുജസ്മൃതി ചിത്തെ സംഭവിക്കുന്നതിനനുഗ്രഹിക്കണം. അങ്ങനെ തന്നെയൊന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകുപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പോക്കിനായി ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാം രാമം തന്നെ ഗാഠമായ ശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വീണീടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സൂര്യമായി രമിച്ചു വാണീടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ടാനന്ദം കൊണ്ട് വസിച്ചിരുന്നനുദിനം. കേകയനരാധിപനാകിയ യുധാജിത്തും കൈകേയിതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെല്ലുവാൻ ദൂതനയച്ചുകൊണ്ടൊരു ദശരഥൻ സോദരനായി മേവിടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോടു നടന്നേരിനാരാവർക്ക് അവർകളും മാധുരൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിരുന്നാരതു കാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്ന് കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാർ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതപൂരി തന്നിൽ സുഖിച്ചു വാണിടിനാൾ. പാദശാസനമാരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു